ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ ട്രിഗ്നോമെട്രി, അതായത് ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്, ത്രികോണങ്ങളും വൃത്തങ്ങളും എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ചിത്രത്തില് ഒരു ത്രികോണം, കേന്ദ്രകോൺ 60 ഡിഗ്രി, ഒരു ട്രയാങ്കിൾ ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും റേഡിയസ് ആണ്. ദിസ് ഈസ് ലെങ്ത് ഓഫ് ദ കോഡ്. നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഈ ലെങ്ത് ഓഫ് ദ കോഡ്? എത്രയായിരിക്കും? ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രീസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണോ അത് തന്നെയായിരിക്കും ഈ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് നമുക്കങ്ങ് എഴുതാം. നിങ്ങൾ പഠിച്ച കാര്യമാണ്. ലെങ്ത് ഓഫ് ദ കോഡ്, length of the chord of central angle 60 degree is equal to the radius of the circle. Radius of the circle. Okay. Radius of the circle. എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ്? ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി ഈ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആയാലോ എന്തായിരിക്കും? നമുക്ക് നോക്കാം. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദിസ് കോഡ്? ഈ കോഡിന്റെ നീളം എത്രയായിരിക്കും? അതിന് നമുക്ക് ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഞാൻ ആ ത്രികോണം മാത്രം താഴോട്ടെടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്സ് ദ കോഡ്, അത് 90 ഡിഗ്രി. അപ്പൊ നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടി അല്ലേ? അപ്പൊ 120 എന്നുള്ളത് എത്രയായിട്ട് മാറും? ഇവിടെ 60 ആയിട്ട് മാറും. അപ്പൊ ഞാൻ ഇവിടെ 60, ഇവിടെയും 60 എന്ന് എഴുതാം. പേര് കൊടുക്കുക. O A B, ഇതിന് സി എന്ന പേര് കൊടുക്കാം. നമുക്ക് റേഡിയസ് അറിയത്തില്ല. അപ്പൊ ഇവിടെ ലെങ്ത് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് AB ആണ്. AC എന്ന് പറയുന്നത് AB യുടെ പകുതിയാണ് അല്ലെ? നമുക്കിവിടെ ഇത് ഹൈപ്പോട്ടിന്യൂസ്, OA ഈസ് ദ ഹൈപ്പോട്ടിന്യൂസ്. ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് ദ കോഡാണ് വേണ്ടത്. അപ്പം ഹാഫ് കോഡ് എടുക്കാം, AC എടുക്കാം. ഹാഫ് കോഡ് ഇൻ ട്രയാങ്കിൾ AOC. In triangle AOC, half chord, കോഡിന്റെ പകുതി, അതായത് AC ഈക്വൽ ടു AC കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് സൈൻ റേഷ്യോ എടുത്ത് ചെയ്യാം. സൈൻ 60 ഈക്വൽസ് ഹാഫ് കോഡ് AC. നമുക്കിനി റേഷ്യോ എടുക്കാം. സൈൻ 60 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് AC by hypotenuse. The hypotenuse ആണ്. Radius is the hypotenuse. You can write radius R. Radius ഒന്ന് എഴുതാം. AC by OA. OA എന്ന് പറയുന്നത് റേഡിയസ് ആണ്. AC എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് കോഡാണ്. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഹാഫ് കോഡ് ബൈ റേഡിയസ്. സൈൻ 60യുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? √3/2. √3/2 equals half chord by radius. Half chord by radius. അപ്പൊ നമുക്ക് റേഡിയസ് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? ഞാൻ ഇപ്പുറത്തോട്ട് എഴുതാം, ഇങ്ങോട്ട് എഴുതാം. √3/2 equals half chord by radius. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് √3/2 R ഈക്വൽസ് ഹാഫ് കോഡ് എന്ന് കിട്ടും അല്ലേ? √3/2 റേഡിയസ് ഈക്വൽസ് ഹാഫ് കോഡ്. ഹാഫ് കോഡ് √3/2 റേഡിയസ് ആണെങ്കിൽ ഫുൾ കോഡ് എന്തായിരിക്കും? √3 R ആയിരിക്കും. അതിന്റെ ഇരട്ടി ആയിരിക്കും. 2 കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. Chord is equal to half chord is equal to √3/2 R. Therefore, chord is equal to
√3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് സെൻട്രൽ ആംഗിൾ 120 degrees √3 times റേഡിയസ്. നമുക്ക് അതങ്ങോട്ട് എഴുതാം. എന്താണ് നമുക്ക് കിട്ടിയത്? സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ് എത്രയായിരിക്കും? √3 times റേഡിയസ്. അത് നമുക്ക് എഴുതാം. നമുക്ക് എന്താ എഴുതാം? The length of the chord of central angle 120 degrees √3 times റേഡിയസ്. റേഡിയസിന്റെ √3 times ആയിരിക്കും. സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? സെൻട്രൽ ആംഗിൾ 120 ആയിരിക്കണം. നോക്കിക്കേ, ലെങ്ത് ഓഫ് ദ കോഡ് ഈസ് √3 times റേഡിയസ്. അപ്പോഴിവിടെ നമുക്ക് 60 അല്ലാതെ 120 60 ഒന്നും അല്ലാതെ വേറൊരു ആംഗിൾ എടുത്താലോ, ഒരു 100 ഡിഗ്രി ആംഗിൾ എടുത്താലോ, നമുക്ക് ഈ 120ക്ക് പകരം ഇവിടെ 100 ആക്കാം. 100ഉം റേഡിയസ് 2.5 സെന്റിമീറ്ററും ആയാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഇവിടെ നേരത്തെ പോലെ നമ്മൾ എന്ത് വരയ്ക്കുന്നു? പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഞാൻ ആ ട്രയാങ്കിൾ മാത്രം താഴോട്ടെടുത്ത് വരയ്ക്കാം. 100 എന്നുള്ള പെർപെൻഡിക്കുലർ വരച്ച് കഴിയുമ്പോൾ ഇവിടെ എത്ര 50 വരും, ഇവിടെ 2.5 ആയി അല്ലേ? ഇവിടെ OABC എന്ന് കൊടുക്കാം. ഇവിടെ ഹാഫ് ദ കോഡ് വെച്ച് നമുക്ക് ആദ്യം ട്രയാങ്കിൾ AOC എടുക്കാം. ഇൻ ട്രയാങ്കിൾ AOC നമുക്ക് ഹാഫ് കോഡ് കണ്ടുപിടിക്കാം. ഹാഫ് കോഡ് AC അല്ലേ? AC ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഈ ട്രയാങ്കിള് ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടിനസ്. അപ്പൊ ഏത് റേഷ്യോ എടുക്കണ്ട? sin 50. sin 50 ഈക്വൽസ് AC ബൈ OA. AC എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് കോഡാണ്, കോഡിന്റെ പകുതി. OA എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് എത്ര? 2.5. sin 50യുടെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ല. നമ്മൾ ഇങ്ങോട്ട് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതുമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2.5 sin 50 ഈക്വൽസ് ഹാഫ് കോഡ്. കോഡിന്റെ പകുതിയാണ് 2.5 ഇൻറ്റു sin 50 എന്ന് വരികയാണെങ്കിൽ ഫുൾ കോഡ് എന്തായിരിക്കും? ഇതിന്റെ ഡബിൾ ആയിരിക്കും അല്ലേ? 5. അപ്പം കോഡ് ഇസ് ഈക്വൽ ടു ഡബിൾ. 2.5ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 5 sin 50. അപ്പൊ ലെങ്ത് ഓഫ് ദ കോഡ് ഈസ് ഈക്വൽ ടു sin 50യുടെ വാല്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ലെങ്ത് ഓഫ് ദ കോഡ് ഈസ് ഈക്വൽ ടു 5 sin 50. ഇവിടെ നോക്കിക്കേ, ഈ 5 എന്ന് പറഞ്ഞാൽ 2.5ന്റെ ഡബിൾ അല്ലേ? ആന്ന്. ഈ 50 എന്ന് പറഞ്ഞാൽ 100ന്റെ ഹാഫ് അല്ലേ? അപ്പൊ ആ രീതിയിൽ നമുക്കിത് മനസ്സിലാക്കി പഠിക്കാം. എന്തായിരിക്കും നമുക്കിവിടെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയത്? multiplying the radius by sine of half the central angle gave half the chord. അപ്പം half the radius വരുമ്പോൾ half chord വരത്തുള്ളൂ. half chord is equal to radius into half the central angle, sine of half the central angle. അതായത് multiplying the radius by sine of half the central angle gave half the chord. Doubling it gave the length of the chord. Appo length of the chord is twice the radius into sine of half the central angle. Angane padichu parnode. Length of the chord is twice the radius into sine of half the central angle. 100 പകുതി 50. 2.5 ഇരട്ടി 5. അപ്പൊ ഇത് നമുക്കൊരു ഫോർമുലയിലാക്കിയാലോ? നമുക്ക് ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് എ സർക്കിൾ ഈസ് twice the product of radius and sine of half the central angle. ആ പോയിന്റ് നമുക്ക്
ഇവിടുന്ന് കിട്ടിയിരിക്കുന്നു, അത് നമുക്ക് എഴുതാം. ഇവിടെ നോക്കിക്കേ, ലെങ്ത് ഓഫ് എനി കോഡ് ഓഫ് എ സർക്കിൾ, എനി കോഡ് ഓഫ് എ സർക്കിൾ is twice the product, twice of this product of radius and sine of half the central angle. മനസ്സിലായോ? ഇതിന്റെ ഡബിൾ, ഇതിന്റെ ഹാഫ്, ഇതിന്റെ സൈൻ റേഷ്യോ ആണ് എടുക്കേണ്ടത്. അപ്പൊ എന്താണ് മനസ്സിലായത്? ലെങ്ത് ഓഫ് എനി കോഡ്, ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ് കേട്ടോ, പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്, മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദ ലെങ്ത് ഓഫ് എനി കോഡ്, ഏതൊരു കോഡിന്റെയും, സർക്കിളിലെ ഏതൊരു കോഡിന്റെയും നീളം എന്ന് പറയുന്നത്, ഏതൊരു ഞാണിന്റെ സർക്കിളിലെ വൃത്തത്തിലെ ഏതൊരു ഞാണിന്റെയും നീളം എന്ന് പറയുന്നത് എന്താണ്? റേഡിയസിന്റെ ഡബിളില് എന്തുകൊണ്ട് ഗുണിക്കുന്നത്? സെൻട്രൽ ആംഗിളിന്റെ പകുതിയുടെ സൈൻ റേഷ്യോ കൊണ്ട് ഗുണിക്കുന്നത്. മനസ്സിലായോ? സെൻട്രൽ ആംഗിളിന്റെ പകുതിയുടെ സൈൻ റേഷ്യോയും ഡബിൾ ദ റേഡിയസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് എ സർക്കിൾ കിട്ടും. അപ്പൊ ഏതൊരു സർക്കിളിന്റെയും എന്താണ് ലെങ്ത് ഓഫ് ദ കോഡ് കാണുന്നത് ഇങ്ങനെയാണ്. ഇത് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. നോക്കിക്കേ, ചോദ്യം നോക്കിക്കേ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കം സർക്കിൾ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 3 cm? ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇത് 3 cm, ഇത് 3 cm, ഓൾ സൈഡ്സ് 3 cm, ഇവിടെ 60 ഡിഗ്രി. അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് ആംഗിളും 60. നമുക്ക് സെൻട്രൽ ആംഗിള് മാർക്ക് ചെയ്യാം. 60 ആണ്, ഇവിടെ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും അല്ലെ? നമ്മൾ പഠിച്ചതാണ്, സർക്കിൾസ് എന്ന ലെസണിൽ പഠിച്ചതാണ്. ഇത് ഞാൻ ആ ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ട് താഴോട്ടെടുത്ത് വരയ്ക്കുന്നു. ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടെ പേര് കൊടുക്കാം, എ ബി സി, ഇവിടെ ഒ. ഒ ബി സി ഇസ് ദ കോഡ്. ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഒക്കെ ഡി വരും, ഇവിടെ 60 വരും, ഇവിടെ 60 വരും. ഈ ലെങ്ത് എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് പെർപെൻഡിക്കുലർ ബൈ 6 ദ കോഡ്. അപ്പം മൊത്തം 3 cm, ഇത് 1.5 അല്ലേ? 1.5 cm എന്ന് വരും. സെന്റിമീറ്റർ എന്ന് ഞാൻ എഴുതിയിട്ടില്ല, എന്നാലും സെന്റിമീറ്റർ ആണ്. 1.5 1.5. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കാം? നമുക്ക് അല്ലെങ്കിൽ 3/2 എന്ന് എഴുതിയാലും മതി. നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഒ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എതിർവശം അറിയാം, കാരണം കണ്ടുപിടിക്കണം അല്ലേ? ഏത് റേഷ്യോ? സൈൻ റേഷ്യോ. സൈൻ 60 ഈക്വൽസ് ബി ഡി ബൈ ഒ ബി. പക്ഷെ നമുക്ക് ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഫോർമുല വെച്ചും ചെയ്യാം, കാണിച്ചു തരാം. ഇപ്പൊ ഈ രീതിയിൽ ചെയ്യാം. ഒ ബി, ബി ഡി ബൈ ഒ ബി. ബി ഡി ഈക്വൽസ് 1.5 ബൈ ഒ ബി കണ്ടുപിടിക്കണം. സൈൻ 60 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? √3/2. √3/2 ഈക്വൽസ് 1.5 ബൈ ഒ ബി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? √3 OB. √3 OB ഈക്വൽസ് 1.5 into 2 എത്ര വരും? 3 എന്ന് കിട്ടും. 3 എന്ന് കിട്ടും. 1.5 into 2 is 3. അപ്പം OB എത്ര? Therefore OB equals 3 by √3. Rationalize the denominator. √3 അല്ലെങ്കിൽ നമുക്ക് √3 നമുക്ക് √3 into √3 എന്ന് എഴുതാം അല്ലെ? √3 into √3 is 3 by √3. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3 എന്ന് ആൻസർ കിട്ടും. പുറത്തോട്ട് എഴുതാം. OB is equal to എന്ത് കിട്ടും? √3. OB എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടി. എത്രയെന്ന് കിട്ടി? √3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ എന്താ എഴുതാം? Therefore OB is the circumradius. Therefore circumradius equals circumradius equals √3 centimeter. Equals √3 centimeter. Okay, മനസ്സിലായോ? ഇതുപോലുള്ള ചോദ്യങ്ങള് എക്സാമിനേഷനും വരുന്നതായിരിക്കും കേട്ടോ. √3 centimeter.
ഓക്കെ, ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ചെയ്യാം. പേജ് 140 ക്വസ്റ്റ്യൻ നമ്പർ 1. അതിൻ്റെ അത് 2 ഫിഗേഴ്സ് ഉണ്ട്. ആദ്യത്തെ ഫിഗറാണ് വരച്ചിരിക്കുന്നത്. രണ്ടിലും റേഡിയസ് കാണാനാണ്. എന്തുണ്ട് ഇവിടെ ആംഗിൾ 30 ഡിഗ്രി, കോഡ് 2 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. നമുക്ക് ആദ്യം സെന്ററിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ നമ്മള് നേരത്തെ പഠിച്ചത് അനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്താണ് ലെങ്ത് ഓഫ് ദ കോഡ്? ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽസ് ട്വൈസ് ദ റേഡിയസ്. അതാണല്ലോ നമുക്ക് കാണാനുള്ള സൈൻ ഓഫ് ഹാഫ് ദ സെൻട്രൽ ലൈൻ. സൈൻ ഓഫ് ഹാഫ് ദ സെൻട്രൽ, 60ന്റെ പകുതി 30 തന്നെ വരും. സൈൻ 30. 2r സൈൻ 30 എന്ന് വരും. 2r ഡബിൾ റേഡിയസിന്റെ ഇരട്ടിയും സെൻട്രൽ ആംഗിളിന്റെ പകുതി. 2r റേഡിയസ് ആണല്ലോ കണ്ടത്. ലെങ്ത് ഓഫ് ദ കോഡ് നമുക്ക് അറിയത്ര 2 ഈക്വൽസ് 2r. സൈൻ 30 എന്ന് പറയുന്നത് എത്ര? ഹാഫ് ആണ് അല്ലേ? അപ്പൊ റേഡിയസ് ഈക്വൽസ് r is equal to 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യനില് ആദ്യത്തെ ഫിഗർ. ഇനി ഒരു ഫിഗറും കൂടെ ഉണ്ട്, അതും കൂടി നമുക്ക് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ഫിഗർ. രണ്ടാമത്തെ ഫിഗറിൽ കോഡ് 3 സെന്റിമീറ്റർ. ഇവിടെ ആംഗിൾ തന്നിരിക്കുന്നത് 135. അപ്പൊ നമ്മള് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക സെന്ററില്. അപ്പൊ ഈ ആംഗിൾ ആയിരിക്കും ഇതിന്റെ ഡബിള്. ഇപ്പൊ എത്രയാവും? 135 വരുമ്പോ ഇവിടെ 270 വരും. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 എന്ന് വരും. എത്ര വരും? 90 എന്ന് വരും. അപ്പൊ നമുക്ക് റേഡിയസ് കാണാം. ഇതാണ് ലെങ്ത് ഓഫ് ദ കോഡ്. ലെങ്ത് ഓഫ് ദ കോഡ് നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. ലെങ്ത് ഓഫ് ദ കോഡ് ഈസ് ഈക്വൽ ടു 2r സൈൻ ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. 90യുടെ പകുതി 45. ഇപ്പൊ ലെങ്ത് ഓഫ് ദ കോഡ് തന്നിട്ടുണ്ട്. എത്രയാ? 3 ഈക്വൽസ്, ആദ്യം ഫോർമുല തന്നെ പോയിക്കോട്ടെ. 3 ഈക്വൽസ് 2r സൈൻ 45 ഈസ് ഈക്വൽ ടു 1/√2. ഇതിൽ നിന്ന് r കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് 2ന് നമുക്ക് √2 ഇൻറ്റു √2 ഈസ് 2 r ഇൻറ്റു 1/√2 എന്ന് എഴുതാം. ഒരു √2 കട്ടായി പോവും. √2r is equal to 3. Therefore, r is equal to 3/√2. That is in centimeter. രണ്ടാമത്തെ ഫിഗറിന്റെ റേഡിയസ് നമുക്കിതിനെ റാഷണലൈസ് ചെയ്യാം. എന്താണ്? മൾട്ടിപ്ലൈങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √2. പുറത്തോട്ട് എഴുതാം. r is equal to 3/√2 into √2/√2. ഇപ്പൊ എത്ര ഇട്ടു? √2 into √2 is 2. അപ്പൊ നമുക്ക് 3√2/2 എന്ന് ആൻസർ കിട്ടും. റേഡിയസ് ഈക്വൽസ് 3√2/2 സെന്റിമീറ്റർ എന്ന്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എക്സസൈസിൽ 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.